പുതുക്കിയ ക്രിമിനൽ നിയമത്തിന് പിന്നിലെ നിക്ഷിപ്ത താൽപര്യങ്ങൾ മാത്രമല്ല, അത് നടപ്പാക്കാൻ കാണിച്ച അനാവശ്യ തിടുക്കവും ചർച്ചയാവുകയാണ്. വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ നടപ്പിലാക്കിയ പരിഷ്കാരം നിയമനീതിന്യായ സംവിധാനങ്ങളുടെ താളം തെറ്റിക്കുകയാണെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നലെയാണ് CRPCയും ഒക്കെ IPCയും ഒക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭാരതീയ നിയമ സംഹിത എന്ന പുതിയ നിയമ സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. റിപ്പോർട്ട് കാണാം. FIR രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നു മുതൽ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. നിയമം അടിമുടി മാറിയെങ്കിലും പോലീസിന് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല. ഡിജിറ്റൽ സങ്കേതങ്ങളിലടക്കമുള്ള മാറ്റം, പൊതുജനത്തിനുള്ള ബോധവൽക്കരണം തുടങ്ങിയവ ഇനിയും ആരംഭിച്ചിട്ട് പോലുമില്ല. കേസ് വാദിക്കേണ്ട അഭിഭാഷകർക്കോ വിധി പറയേണ്ട ന്യായാധിപർക്കോ ഒരു പരിശീലനവും ഇനിയും നൽകിയിട്ടില്ല. സാഹചര്യം അതീവ ഗുരുതരമെന്ന് നിയമവിദഗ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പോലീസുകാർ പഴയ നിയമം തന്നെ ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പോൾ പുതിയ നിയമം അവരവിടെ പഠിക്കാനാണ്. അതിനെന്ത് ഏർപ്പാടാണ് ഉണ്ടാക്കിയത്? അഭിഭാഷകർ, അഡ്വക്കേറ്റ്സ്, ഞാനുൾപ്പെടെയുള്ളവർ, എൻ്റെ അജ്ഞത തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ ഇത്രയും അഭിഭാഷകർ അവർ കഷ്ടപ്പെട്ട് അല്പം IPCയും CRPCയും ഒക്കെ പഠിച്ചിട്ടാണ് ഈ കോടതിയിൽ പോകുന്നത്. അതെല്ലാം മാറിയിരിക്കുകയാണ്. ന്യായാധിപന്മാർ, അവർക്കും പ്രശ്നമില്ലേ? അവർ ഇന്നലെ വരെ കൈകാര്യം ചെയ്ത നിയമം അല്ല ഇപ്പോൾ ഇന്നു മുതൽ അവർ കൈകാര്യം ചെയ്യുന്നത്. പുതിയതും പഴയതുമായ നിയമങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു എന്ന അസ്വാഭാവിക സാഹചര്യമാണ് രാജ്യത്ത് സംജാതമായിരിക്കുന്നത്. അനന്തകാലത്തോളം സമാന്തരമായ രണ്ട് നിയമവ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന കൺഫ്യൂഷൻ ചില്ലറയൊന്നും ആയിരിക്കില്ല. FIR രജിസ്റ്റർ ചെയ്യും മുമ്പേ പ്രാഥമിക അന്വേഷണം നടത്തണം എന്നതാണ് പുതിയ വ്യവസ്ഥ. ഇലക്ട്രോണിക് മാർഗത്തിലൂടെ നൽകുന്ന പരാതികൾ 3 ദിവസത്തിനകം പരാതിക്കാരൻ ഒപ്പിട്ട് നൽകിയാലേ രജിസ്റ്റർ ചെയ്യാവൂ എന്നും പുതിയ നിയമത്തിൽ പറയുന്നു. എന്നാൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത് കാലതാമസം അംഗീകരിക്കാനാവില്ല എന്നാണ്. ഇത്തരം പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളും ചെറുതല്ല. ഇപ്പറഞ്ഞതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങളേറെയുണ്ട്. അതും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നുറപ്പ്. സാലി മുഹമ്മദ്, കൊച്ചി.